Okay. നമസ്കാരം. ആർ ജെ ബിൻസിനെ അറിയാത്തവർ വളരെ ചുരുക്കം തന്നെയാണ്. കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു പുള്ളിക്കാരത്തി. ചാച്ചൻ്റെ ഓട്ടോയിൽ കയറിപ്പോകുന്ന ആ ഒരു രംഗങ്ങളുമൊക്കെ, ചാച്ചൻ്റെ ഓട്ടോ അല്ല കേട്ടോ, ആ ഒരു വാക്ക്, തൻ്റെ പിതാവിൻ്റെ ഓട്ടോയെ ചാച്ചൻ്റെ ഓട്ടോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് എനിക്ക് തോന്നുന്നത് വളരെ പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ട് മുൻപന്തിയിലുള്ള ഒരു വ്യക്തിയാണ്. പട്ടി ഷോ ഇറക്കാൻ വളരെ ഉത്സാഹമാണ്. അതിനൊപ്പം തൻ്റെ അച്ഛനും അമ്മയൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കുകയും ചെയ്യുന്നത് കാണാം. സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരത്തിയുടെ വീഡിയോ കാണുമ്പോഴും അതുപോലെ തന്നെ പുള്ളിക്കാരത്തിയുടെ വേഷം, ഡ്രസ്സ് അത് കാണുമ്പോഴും അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. കാരണം ആളുകൾ കൂടുന്നിടത്ത് താൻ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക ഒരു താല്പര്യമുള്ളതുപോലെയുള്ള ഒരു വ്യക്തിയാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഇത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ആ സീസണിലുണ്ടായിരുന്ന വ്യക്തിയായിരുന്ന അക്ബറിൻ്റെ കല്യാണം, അതുപോലെ തന്നെ റിസപ്ഷനും പരിപാടിക്കുമൊക്കെ ഈ ബിൻസിയും അതുപോലെ തന്നെ ആ സീസണിലുള്ള പലരും പങ്കെടുക്കുകയുണ്ടായി. നെവിനും ബിന്നിയും അങ്ങനെ എല്ലാം മിക്കവരും തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും വന്ന് കാണിച്ചു കൂട്ടുന്ന പ്രഹസനങ്ങൾ വളരെ അതിര് കടന്ന രീതിയിലാണ്. ബാക്കി ആരും അത്ര അങ്ങനെ കടന്ന് ഓവറായിട്ടുള്ള ആക്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നതായിട്ട് കണ്ടില്ല വീഡിയോ കണ്ടപ്പോൾ. പക്ഷെ പുള്ളിക്കാരത്തി കാണിക്കുന്ന ഭയങ്കര ഒരു കെട്ടിപ്പിടുത്തവും അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇളകി മറിഞ്ഞുള്ളൊരു രീതിയും ഭയങ്കരമായിട്ട് ഷോ ചെയ്യുന്ന ഒരു രീതിയുമായിട്ടാണ്. പിന്നെ മീഡിയക്കാരിത് കാണുമ്പം തന്നെ പ്രത്യേകം അത് നോട്ട് ചെയ്യുകയും ചെയ്യും. അതുതന്നെയല്ല പുള്ളിക്കാരത്തി അന്ന് ധരിച്ചിരിക്കുന്ന വസ്ത്രം, ആ ഒരു വസ്ത്രം എനിക്ക് തോന്നുന്നു ആ പുള്ളിക്കാരത്തി ഇട്ടിരിക്കുന്ന ആ ഒരു സ്കേർട്ട് കണ്ടാൽ നമ്മളൊക്കെ സാരിയൊക്കെ ഉടുക്കുമ്പോൾ അതിനടിയിലിരുന്ന ആ പാവാട, അടിപ്പാവാടയുടെ ആ ഒരു ലുക്ക് തോന്നി. അതത്തെ കുറച്ച് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ട് ഇരിക്കുന്ന പോലെ തന്നെ. അതുപോലെ തന്നെ ആ ബ്ലൗസിൻ്റെ ബാക്കൊക്കെ ആണെങ്കിലും കണ്ടാൽ വെട്ടി ഇറക്കി ആ വള്ളി, ഞാനോർത്ത് പലരും വന്നിട്ട് പുള്ളിക്കാരത്തിയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇനി അറിയാതെ ഇനിയും കൈയെങ്ങാനും തട്ടി ആ വള്ളി എങ്ങാനും അഴിഞ്ഞു പോകുമോ, അങ്ങനെ ഒരു ലെവലിലാണ് പുള്ളിക്കാരത്തിയുടെ ആ ബ്ലൗസ് തയ്ച്ചിരിക്കുന്നതും അതിൻ്റെ ഒരു ആ ഡ്രസ്സിൻ്റെ ഒരു ഒരു ഇത് തയ്യലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് തോന്നുന്നത്. അതിപ്പം അഴിഞ്ഞു പോകുന്ന ഒരു ലെവലിലേക്ക് വെച്ചിരിക്കുന്ന ഒരു ലെവലാണ്. എന്തായിരുന്നു ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് വസ്ത്രം ഏത് രീതിയിൽ ധരിക്കണമെന്നൊക്കെ. പക്ഷെ അത് പല ആളുകൾ കൂടുമ്പോൾ മാന്യമായിട്ടൊരു വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അതിൻ്റേതായ ഒരു അന്തസ്സുണ്ട്. അതല്ല ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു കാണിച്ചാലേ, ഇതുപോലെയൊക്കെയുള്ള വേഷങ്ങൾ ധരിച്ചാൽ മാത്രമേ ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ താൻ മെയിൻ ആവുകയുള്ളൂ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയായിരിക്കും പലരും ഇതേ രീതിയിൽ ഉള്ള വേഷവുമായിട്ട് വന്ന് ആളുകളുടെ മുമ്പിൽ പോയി കെട്ടിയൊരുങ്ങി നിൽക്കുന്നത്. എന്നായാലും പുള്ളിക്കാരത്തി ഈ ഒരു അക്ബറിൻ്റെ കല്യാണ പരിപാടിയിൽ റിസപ്ഷനിലൊക്കെ മെയിനായിട്ട് തിളങ്ങാൻ കാരണം ഈ കാണിച്ചിരിക്കുന്ന ഓവർ ആക്ടിങ്ങും ഷോയും അതുപോലെ തന്നെ ഈ വേഷവുമാണ്. അവിടെ വന്നിരിക്കുന്നതിൽ ആരുടെയും വേഷം എനിക്ക് തോന്നുന്നു ഇത്രയും ബോറായിട്ട് തോന്നിയിട്ടില്ല ആ ഒരു വീഡിയോ കാണുമ്പോൾ. പിന്നെയൊക്കെ ആണെങ്കിൽ വായിന്ന് വീഴുന്ന വാക്കുകളും പ്രവൃത്തികളും ഒക്കെ അത്ര വലിയ മെച്ചമല്ലെങ്കിലും പക്ഷെ വേഷത്തിൽ നല്ല മാന്യത കാണിച്ചു. സാരിയൊക്കെ ഉടുത്ത് നല്ല മാന്യമായിട്ടുള്ള ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരത്തിയുടെ നമ്മൾ കുറ്റം പറയുമ്പോൾ അത് ആ ഒരു വേഷത്തിൻ്റെ ആ ഒരു ആളുകൾ കൂടുമ്പം കാണാനൊരു അത്ര വലിയ മെച്ചമുള്ളതായിട്ട്, പിന്നെ ആളുകളുടെ നോട്ടം പെട്ടെന്ന് ഏക്കും എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ആ ഒരു ഡ്രസ്സ് കണ്ടിട്ട് തോന്നിയിട്ടുള്ളൂ. അത് അവരുടെ ഇഷ്ടമാണ്. എന്നാൽ പോലും നമുക്ക് ഇപ്പോൾ അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇത് കണ്ടപ്പോൾ തോന്നിയ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ തന്നെ ഈ ഓവർ ആക്ടിങ്, പുള്ളിക്കാരത്തിക്ക് എല്ലായിടത്തും കടന്ന് വാചകം പഠിച്ച് ഓവറായിട്ട് ഷോ ഇറക്കുന്ന ഒരു സ്വഭാവമാണ്. രണ്ടാമത് നമുക്കറിയാവുന്നതാണ്, ആ ബിഗ് ബോസിൻ്റെ പുറത്തായി കഴിഞ്ഞ് പിന്നെ ഇവരെ ക്ഷണിച്ചപ്പോഴത്തേക്കിന് ആ അനുമോളുടെ നേരെ ഈ ബിന്നിയും അതുപോലെ തന്നെ ശൈത്യയും കൂടി കാണിച്ച ആ പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ ഈ ബിൻസിയും ഒക്കെ ഇവരെല്ലാവരും കൂടിയുള്ള ആ ഒരു രീതിയാണ്, അവരുടെ ആ ഒരു പ്രവൃത്തിയും കൊണ്ടാണ് അനുമോൾക്ക് അത്രയധികം വോട്ട് കിട്ടാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയതും. ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് പുറത്തുനിന്ന് എല്ലാവരും കൂടി ഒന്നിച്ച് ആലോചിച്ച് വന്ന് അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ട് കാണിച്ചിരിക്കുന്ന ആ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെയാണ് ബിന്നിയൊക്കെ അന്ന് ശൈത്യയും എല്ലാവരും ഈ ബിൻസിയും ഇവർ 3 പേരും അത്രയധികം ആളുകൾക്ക് കെറിവ് തോന്നാനുള്ള ഒരു കാരണം ആയി മാറുകയും ചെയ്തത്. എന്നാലും അത് പുറത്തു പോയതിന് ശേഷവും ശൈത്യയൊക്കെ പിന്നെയും കുറേ ഒതുങ്ങി. പക്ഷെ ബിന്നിയും ബിൻസിയും
ഇവരെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവർ വീണ്ടും പിന്നെയും പല കാര്യങ്ങളൊക്കെ എടുത്തിടുകയൊക്കെ ചെയ്തു. സോഷ്യൽ മീഡിയ ശരിക്കും സൈബർ അറ്റാക്ക് ശൈത്യയ്ക്ക് നേരിടേണ്ടി വന്നുകൊണ്ടാകാം ശൈത്യ ഇപ്പം അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിനുശേഷം പിന്നെ ഓരോ വിഷയങ്ങൾ കുത്തിപ്പൊക്കി വന്നത് ബിന്നിയും അതുപോലെ തന്നെ ബിൻസിയുമാണ്. ബിൻസിയുടെ ഓവർ ആക്ടിങ് അത് പുള്ളിക്കാരത്തിയുടെ ഒരു സ്വഭാവമാണെന്ന് തോന്നുന്നു. ആ ഒരു മോളോ ഉള്ളതിൻ്റെ ഒരു താലോലിക്കലും കാരണങ്ങളും കൊണ്ടായിരിക്കാം ചിലപ്പം ഇത്രയധികം ഈ കിടന്നിങ്ങനെ ഇളകി മറിഞ്ഞ ആളുകളുടെ മുമ്പിൽ ഷോ ചെയ്യുകയും അമ്മയും അച്ഛനും ഒക്കെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും കാഴ്ചക്കാർക്ക് അത് കാണുമ്പോൾ എന്തോ ഒരു ഇത് തോന്നി, അതുകൊണ്ടുള്ള വീഡിയോ ചെയ്തു എന്ന് മാത്രം. ഇപ്പം പുള്ളിക്കാരത്തി എന്തായാലും അക്ബറിൻ്റെ ആ ഒരു റിസപ്ഷനിൽ വന്നിട്ട് കാണിക്കുന്ന ആ പട്ടി ഷോ എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന ആളുകളെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ് ചെയ്യാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഹലോ ഹലോ ഞാനിവിടെ ഉണ്ട്. കൊച്ചിന്റെ പേരെന്താ? ഫാത്തിമ. ഇത് ഫാത്തിമയുടെ സ്നേഹം കണ്ടില്ലേ? എവിടെ കാണാട്ടോ? ഇൻസ്റ്റന്റ് മെസ്സേജ് അയക്കാം. ഓക്കേടാ. അമ്മേ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ ഇത്? ഞാൻ പണ്ടോട്ടെ നെയിൽസ് വളർത്താറുണ്ട്, പക്ഷെ ഇത് രണ്ടും ഇപ്പൊ അമ്മ വെട്ടിക്കളഞ്ഞു. ഇത് വെട്ടാൻ ഞാൻ സമ്മതിച്ചില്ല. ഇതിപ്പോ ഉടനെ വെട്ടും അല്ലേ അമ്മ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയിൽസ് വളർത്താനായിട്ട്. ഞാൻ 8ാം ക്ലാസ് തൊട്ടേ വളർത്തുന്ന ലോങ് നെയിൽസ്. നിങ്ങൾ കഴിച്ചോ? ചേച്ചി ഹലോ. ചേച്ചി ഹലോ. ചേച്ചി എന്താണ് ഇപ്പൊ പറയാനുള്ളത്? കേരളത്തിൽ ഇലക്ഷൻ ഒക്കെ നടക്കണം, അതിനെപ്പറ്റി ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഇലക്ഷനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ ഞാൻ എന്റെ സ്വന്തം പേജിൽ ഇട്ടിട്ടുണ്ട്, എല്ലാരും കയറി കാണണം. നമ്മുടെ തമിഴ്നാട് അണ്ണം ഭരിക്കോ? വിജയണ്ണം ഭരിക്കുവോ തമിഴ്നാട്ടില്? എനിക്കറിയില്ല. ചേച്ചി 2 വാക്ക്. കാര്യം ചോദിക്കും, ഞാൻ പറയാം. ചാച്ചനിപ്പം 6 മാസം പോലും ആയില്ല.